സ്ത്രീകളുടെ നഗ്നശരീരം കാണാനുള്ള തീവ്രമായ ആകാംക്ഷ പുരുഷൻ വളർത്തിയെടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ കാതലായ ലൈംഗികാഭിലാഷം യഥാർത്ഥത്തിൽ ലൈംഗികാഭിലാഷമല്ല. അതുകൊണ്ടാണ് ഓരോ ലൈംഗിക ബന്ധത്തിന് ശേഷവും അവർക്ക് പശ്ചാത്താപം തോന്നുന്നത്. അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം അവർ അതിൽ ഒന്നും കണ്ടെത്തുന്നില്ല. ഒരുപക്ഷേ ആകർഷണം മറ്റെന്തെങ്കിലും ആയിരിക്കാം. എതിർലിംഗത്തിലുള്ളവരുടെ ശരീരത്തോട് ആസക്തി ഉണ്ടെന്ന് ഉപരിപ്ലവമായി തോന്നുമെങ്കിലും ആസക്തി മറ്റെന്തെങ്കിലും അഹംഭാവത്തിന്റെയും കാലാതീതയുടെയും രുചിയാണ്. ഈ ആഗ്രഹത്തിന് പിന്നിൽ ആത്മാന്വേഷണത്തിനുള്ള ഒരു ശ്രമമാണ്. സുന്ദരിയായ ഒരു സ്ത്രീയുടെ അതേ ഗുണമേന്മയുള്ള രതിമൂർച്ച നൽകാൻ വിരൂപയായ സ്ത്രീകൾക്ക് പോലും കഴിയും. കാരണം അനുഭവം ആന്തരികമാണ്. ഉള്ളിൽ ഞാൻ എന്ന ബോധം ഉള്ളിടത്തോളം കാലം അപരൻ എന്ന ബോധം നശിപ്പിക്കാനാവില്ല. ഈ വേർപിരിയൽ ഉള്ളിടത്തോളം സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടാകില്ല. കാരണം സ്നേഹം ഏകത്വത്തിന്റെ അനുഭവമാണ്. ആ ഏകത്വത്തിന് അഹംഭാവം എന്ന മതിൽ പൊളിക്കണം. ലൈംഗിക പ്രേരണയിൽ ആഴത്തിൽ മറഞ്ഞിരിക്കുന്നത് ആത്മാന്വേഷണമാണ്. അത് ഏറെക്കുറെ അബോധാവസ്ഥയിലാണ്. ലൈംഗികതയെക്കുറിച്ചുള്ള ശരിയായ ധാരണയിലൂടെയാണ് ഇത് ബോധപൂർവമായ അവബോധത്തിലേക്ക് വരുന്നത്. അഹംബോധം ഉപേക്ഷിക്കുകയും ലൈംഗികതയെ ആദരവോടെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നു. അങ്ങനെ ഒരാൾ ലൈംഗികതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ഇത് ഉയർന്ന തിരിച്ചറിവുകൾക്കായുള്ള ഒരാളുടെ അന്വേഷണത്തെ സുഗമമാക്കുന്നു. മനസ്സു ലൈംഗികതയിൽ മുഴുകിയാൽ അത് സാധ്യമല്ല. ലൈംഗികതയിൽ നിന്ന് പ്രബുദ്ധതയിലേക്ക് സ്വയം ഉയർത്താനും നമ്മുടെ ഭൂമിയെ ജീവിക്കാനുള്ള മികച്ച സ്ഥലമാക്കി മാറ്റാനും ഓഷോ നിർദ്ദേശിച്ച സൂത്രവാക്യമാണിത്. മതമോ സംസ്കാരമോ ഇല്ലാത്ത പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ, ഗോത്രക്കാർ എന്നിവരിൽ കൂടുതൽ സ്നേഹം കാണാം. എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പരിഷ്കൃതരായിരിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ നിന്ന് കൂടുതൽ അകന്നുപോകുന്നത്? യഥാർത്ഥത്തിൽ സ്നേഹം നമ്മുടെ ആന്തരിക സ്വഭാവമാണ്. അത് കൃഷി ചെയ്യേണ്ടതില്ല. എന്നിരുന്നാലും അതിന്റെ പ്രകടനത്തിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. തടസ്സങ്ങൾ പ്രധാനമായും മനുഷ്യനിർമ്മിതമാണ്. ഒന്നാമത്തെ കാര്യം, ഇന്നുവരെ മനുഷ്യ സംസ്കാരം മുഴുവൻ ലൈംഗികതയ്ക്ക് എതിരായിരുന്നു എന്നതാണ്. എല്ലാവരും അതിനോട് ശത്രുത പുലർത്തുന്നു. എല്ലാ സംസ്കാരങ്ങളും, എല്ലാ മതങ്ങളും, എല്ലാ ഗുരുക്കന്മാരും, എല്ലാ വിശുദ്ധരും ലൈംഗികത പാപമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ പ്രണയത്തിന്റെ പരിണാമം രൂപാന്തരപ്പെട്ട ലൈംഗിക ഊർജമല്ലാതെ മറ്റൊന്നുമല്ല. കാലക്രമേണ കൽക്കരി വജ്രമായി മാറുന്നത് പോലെയാണ് ഇത്. കാമം രൂപാന്തരപ്പെട്ടാൽ ലൈംഗികത പ്രണയമായി മാറും. സെക്സ് പവിത്രമല്ലെന്നും അതിനാൽ സ്വന്തം പ്രയത്നം കൊണ്ട് നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും മതങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് അടിച്ചമർത്തപ്പെടുന്നു. അടിച്ചമർത്തൽ ആത്യന്തികമായി അതിനെ ഒരു ആസക്തി പോലെ പലമടങ്ങ് തീവ്രമായി പുറത്തുവരുന്നു. അങ്ങനെ ആളുകൾ കൂടുതൽ നാഡീവ്യൂഹം ഉള്ളവരും കോപം, ആക്രമണം, കുറ്റകൃത്യം മുതലായവ കൊണ്ട് വികൃതരുമാണ്. കാരണം നൂറ്റാണ്ടുകളായി അടിച്ചമർത്തൽ കാരണം ഒരേ ഊർജം തന്നെ ഒരു ബദൽ പ്രകടനമാണ് കൈവരിച്ചത്. സെക്സ് ഒരു നിഗൂഢ പ്രതിഭാസമാണ്. അത് മഹാജ്ഞാനികളെപ്പോലും അമ്പരപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ ലൈംഗികതയുടെ ജീവശാസ്ത്രത്തിൽ ഗവേഷണം നടത്തി പ്രാവീണ്യം നേടിയിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ലൈംഗികതയെ ആത്മീയ വീക്ഷണത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓഷോയുടെ ദർശനം ഇക്കാര്യത്തിൽ ഒരു പ്രബുദ്ധമായ അനുഭവമാണ്. ബുദ്ധമതത്തിൽ നിന്ന് ഉദ്ഭവിച്ച തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ലൈംഗിക മേഖലയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ലൈംഗികതയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളെയും ശരിയായി മനസ്സിലാക്കിയാൽ അത് ബോധോദയത്തിനുള്ള ഒരു ചവിട്ടുപടിയാകും എന്ന് ഓഷോ പറയുന്നു. മനുഷ്യാവബോധത്തിനും പരിണാമത്തിനും വളർച്ചയ്ക്കും ബുദ്ധൻ എന്ത് സംഭാവനയാണ് ചെയ്തത് എന്നറിയാൻ നിങ്ങൾക്ക് വലിയ ഉൾക്കാഴ്ച തന്നെ വേണം. ബുദ്ധൻ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ മുമ്പത്തെപ്പോലെ തന്നെ തുടരുമായിരുന്നു. ബുദ്ധനെ ഒഴിവാക്കുമ്പോൾ അതിപ്രധാനമായ ചിലത് നഷ്ടപ്പെടുന്നു. പക്ഷേ ബുദ്ധന്റെ കലാപം വളരെ അദൃശ്യമാണ്, സൂക്ഷ്മമാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് ആഴത്തിൽ ഊളിയിടാൻ തുടങ്ങുമ്പോൾ മതം അന്തർമുഖമാവാൻ തുടങ്ങുന്നു. അതാണ് ബുദ്ധൻ ചെയ്തത്. സ്വയം അറിയുന്നതിലൂടെ എല്ലാം അറിയും എന്ന് സ്ഥാപിച്ചത് ബുദ്ധനാണ്. ഗൗതമ ബുദ്ധനെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠിച്ചയാളാണ് ഓഷോ രജനീഷ്.
ബുദ്ധന്റെ ധർമ്മപദയ്ക്ക് 12 വാല്യങ്ങളിലായി അദ്ദേഹം നൽകിയ വ്യാഖ്യാനം ലോകപ്രശസ്തമാണ്. ജീവിതത്തിൽ മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി ഗൗതമ ബുദ്ധന് കണ്ടത് ദുഃഖമായിരുന്നു. ഈ ദുഃഖത്തെ അകറ്റുക എന്നത് ലക്ഷ്യമാക്കിയായിരുന്നു ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ. മനുഷ്യജീവിത സംബന്ധിയായ സാൻമാർഗിക തത്വങ്ങൾക്കാണ് ശ്രീബുദ്ധൻ പ്രാധാന്യം നൽകിയിരുന്നത്. മറ്റ് മതങ്ങളിൽ കാണുന്നതുപോലെ ദൈവം, പ്രപഞ്ചം, മനുഷ്യൻ, മരണം തുടങ്ങിയ ചോദ്യങ്ങളുടെ വിശദീകരണം ബുദ്ധമതത്തിൽ കാണാൻ കഴിയില്ല. ദുഃഖത്തിന്റെ കാരണം, അവയിൽ നിന്നുള്ള മോചനം, ഇവയെ വിശകലനം ചെയ്യുകയാണ് ബുദ്ധ ദർശനത്തിന്റെ കാതൽ. ദുഃഖത്തിന്റെ കാരണം, സ്വഭാവം എന്നിവയെ ധ്യാനത്തിലൂടെ സൂക്ഷ്മനിരീക്ഷണത്താൽ മനസ്സിലാക്കുകയും ദുഃഖത്തെ പരിപൂർണമായി നീക്കുവാനുള്ള മാർഗങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന തത്വങ്ങളാണ് ആര്യസത്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന പ്രമാണമായി കാണുന്ന ആര്യസത്യം 4 ദുഃഖം, ദുഃഖസമുദായം, ദുഃഖനിരോധം. ദുഃഖനിരോധമാർഗം ഇപ്രകാരം ആണത്: ദുഃഖമുണ്ടെന്നും അതിന് കാരണമുണ്ടെന്നും അതിനെ നിരോധിക്കാൻ കഴിയുമെന്നും അതിനായി ഒരു മാർഗമുണ്ടെന്നും ഉള്ള തിരിച്ചറിവാണ് ആര്യസത്യ ചതുഷ്ടവത്തിലൂടെ ബുദ്ധൻ നൽകുന്നത്. ആത്മാവ് അനശ്വരമാണെന്നും ഒരു ശരീരം നശിക്കുമ്പോൾ അത് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമെന്നുമുള്ള വാദത്തെ ബുദ്ധന് അംഗീകരിക്കുന്നില്ല. നിത്യമായ ആത്മാവ് എന്ന സങ്കല്പം നിഷേധിക്കുന്നുവെങ്കിലും ജീവിതത്തെ രൂപവത്കരിക്കുന്ന തുടർച്ചയായ അവസ്ഥകളെ ബുദ്ധമതം അംഗീകരിക്കുന്നു. പുനർജന്മം എന്നതുകൊണ്ട് ബുദ്ധന് അർത്ഥമാക്കുന്നത് കഴിഞ്ഞ ജന്മവും ഈ ജന്മവും തമ്മിൽ ഇടമുറിയാത്ത ഒരു ബന്ധമായിട്ടാണ്. ഇതിന് ഉദാഹരണമായി തീനാളത്തിനെ എടുക്കുന്നു. ഒരു നിമിഷത്തിൽ നാം കാണുന്ന തീനാളമല്ല അടുത്ത നിമിഷത്തേത്. എന്നാൽ കാഴ്ചയിൽ കത്തി നിൽക്കുന്നത് ഒരേ തീനാളം തന്നെയാണ്. ജീവിതത്തെ ആത്മാവ് എന്ന സങ്കല്പത്തിന് പകരം ഇടമുറിയാത്ത ബോധാവസ്ഥയുടെ പ്രവാഹമായിട്ടാണ് ബുദ്ധന്മാർ കാണുന്നത്. പ്രപഞ്ചത്തിലെ വസ്തുവകളുടെ അസ്ഥിരതയെപ്പറ്റിയുള്ള ബുദ്ധന്റെ വെളിപ്പെടുത്തലാണ് ക്ഷണികവാദം. എല്ലാ വസ്തുക്കളും ആപേക്ഷികമാണ്. മാറ്റത്തിനും നാശത്തിനും അവ വിധേയവുമാണ്. എല്ലാറ്റിനും തുടക്കവും ഒടുക്കവുമുണ്ട്. ഓരോ നിമിഷവും വസ്തുക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും ഒരേ ഫലമല്ല വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നത്. ഒരു നിമിഷം കഴിയുമ്പോൾ അത് മറ്റൊന്നായി മാറിക്കൊണ്ടിരിക്കും. കർമ്മസിദ്ധാന്തം അഥവാ കാര്യകാരണ ചിന്തയാണ് മനുഷ്യന്റെ ഭൗതികവും നൈതികവുമായ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. മനുഷ്യന്റെ നന്മയോ തിന്മയോ ആയ പ്രവർത്തനങ്ങൾ കർമ്മവൃത്തത്തിന്റെ ഫലം അനുഭവിക്കേണ്ടിവരും. എന്നാൽ ജീവിതത്തിലെ അനുഭവങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നതിലൂടെ മനുഷ്യന്റെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും. കർമ്മത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയല്ല, പക്ഷേ കർമ്മത്തെ അതിജീവിക്കുകയാണ്. അതിൽ നിന്നും സ്വതന്ത്രമാവുകയാണ് ചെയ്യുന്നത് എന്ന് ബുദ്ധമതം. ബുദ്ധൻ ധ്യാനത്തിലൂടെ നേടിയെടുത്ത ദുഃഖ നിരോധമാണ് നിർവാണ അഥവാ ബോധോദയം. നിർവാണ എന്നാൽ തൃഷ്ണയിൽ നിന്നുള്ള മോചനം. നിർവാണ അവസ്ഥയിൽ ദുഃഖമോ തൃഷ്ണയോ ഇല്ല. എന്നാൽ നിർവാണ പ്രാപിച്ചയാൾ നിഷ്ക്രിയനായ ഒരാളല്ല, അനുദിന കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ധ്യാനി തന്നെയായിരിക്കും. ബുദ്ധന് അത് തെളിയിക്കുകയും ചെയ്തു. ജ്ഞാനോദയത്തിന് ശേഷം ബുദ്ധന് അനുദിന കർമ്മത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ശരിയായ കാഴ്ചപ്പാടും ശരിയായ അറിവും ദുഃഖത്തിൽ നിന്ന് അകറ്റും. മിഥ്യാധാരണകളാണ് ദുഃഖത്തിന്റെ കാരണം. ലൗകിക സങ്കല്പങ്ങളിൽ മുഴുകുന്നത് ദുഃഖത്തിന് കാരണമാകുന്നു. രാഗദ്വേഷാദികളിൽ നിന്ന് മുക്തനായി ലോകസുഖങ്ങളിൽ നിന്ന് മോചനം നേടണം. വാക്കുകൾ വേദനയ്ക്കും ദുഃഖത്തിനും കാരണമാകും. ധ്യാനത്തിന് തയ്യാറാകുന്നവർ നിർവാണം പ്രാപിക്കണമെങ്കിൽ വാക്കുകളുടെ പ്രയോഗം നിയന്ത്രിക്കണം. സത്യഭാഷണം, സത്യ ഉപദേശം, മിതഭാഷണം എന്നിവ ശീലിക്കുക. സത്യം സംസാരിക്കൽ, അഹിംസ, ബ്രഹ്മചര്യം, മോഷ്ടിക്കാതിരിക്കൽ, ലഹരിവർജനം എന്നിവ പാലിക്കണം. ഉദ്ദേശുദ്ധിയോട് കൂടിയ കർമ്മങ്ങളെ അനുഷ്ഠിക്കാവൂ. ജീവിതം നയിക്കേണ്ടത് സത്യസന്ധതയോടെയായിരിക്കണം. മദ്യവിൽപ്പന, ആയുധ വിൽപ്പന തുടങ്ങിയവ ജീവിക്കാൻ പോലും ചെയ്യരുത്. ഇവയെല്ലാം ദുഃഖം വരുത്തിവയ്ക്കുന്നു. ആയതിനാൽ ശരിയായ ജീവിതം നയിക്കണം. അത് ദുഃഖം അകറ്റും. ദുഷ്ചിന്തകളെ ഒഴിവാക്കി ആത്മനിയന്ത്രണത്തിലൂടെ മനസ്സിനെ സദ്ചിന്തകളിൽ നിറയ്ക്കണം. ആത്മനിയന്ത്രണം ധാർമ്മികാധപതനത്തിൽ നിന്നും ഒരുവനെ രക്ഷിക്കുന്നു.
ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും അവയുടെ ബന്ധങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി ബന്ധങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി സജ്ജമാകണം. അങ്ങനെ ഏകാഗ്രതയിൽ മുഴുകിയുള്ള ധ്യാനത്തിലൂടെ ആന്തരിക ശാന്തിയും സന്തോഷവും അനുഭവിക്കുന്നു. പരിപൂർണ നിസ്സംഗത ഇതിലൂടെ നേടിയെടുക്കുന്ന സാധകൻ മുക്തി നേടി സ്വതന്ത്രനാകുന്നു. ബുദ്ധമതത്തിൽ ഉണ്ട് എന്നു സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന താന്ത്രിക ലൈംഗികത സത്യത്തിൽ പരാമർശം ഇല്ലാത്തതും അതുപോലെ നേർവിപരീതമായിട്ടുമാണ് പറയപ്പെടുന്നത്. ശിവൻ സഹസ്രാരത്തിൽ വസിക്കുന്നു, ശക്തി മൂലാധാരചക്രത്തിലാണ്. ഇവ രണ്ടിനും ഇടയിൽ സുഷുമ്നാ നാഡിക്ക് ചുറ്റും 6 ഊർജ കേന്ദ്രങ്ങളുണ്ട്. മൂലാധാര ചക്രത്തിൽ വസിക്കുന്ന ഊർജം സഹസ്രാര ചക്രത്തിലെ ശിവനോടൊപ്പം എല്ലാ കേന്ദ്രങ്ങളിലും യൂണിറ്റുകളിലും ഉണർന്നു തുളച്ചുകയറുന്നു. ഇതാണ് സാധകത്തിൽ സംഭവിക്കുന്ന യഥാർത്ഥ താന്ത്രിക മൈഥുനം. അതിനാൽ ഇത് 2 ഭൗതിക ശരീരങ്ങൾക്കിടയിൽ നടക്കുന്ന സ്ഥൂലമായ മൈഥുനമോ കൂട്ടുകെട്ടോ അല്ല. മറിച്ച് അത് സാധകന്റെ മുഴുവൻ വ്യക്തിത്വത്തിനും ജന്മം നൽകുന്നതോ രൂപാന്തരപ്പെടുത്തുന്നതോ ആയ ശിവനും ശക്തിയുമായുള്ള ആത്മീയ കൂട്ടായ്മയാണ്. താന്ത്രിക ആചാരത്തിന്റെ ഭാഗമായി അതിൽ മുഴുകുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്നത് തെറ്റായ ധാരണയാണ്. ലൈംഗിക നിലപാടുകളുടെ നിഘണ്ടുവായതിനാൽ കാമസൂത്രയ്ക്കു ലഭിച്ച ജനപ്രീതിക്ക് സമാനമാണ് ഇത്തരം അസംബന്ധങ്ങൾ. ലൈംഗികാസക്തികളിൽ പാഴായില്ലെങ്കിൽ ശരീരത്തിലെ ലൈംഗിക സ്രവങ്ങൾ ശരീരത്തിന്റെ ഓജസ്സിലേക്ക് അഥവാ ഓറയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇത് ശരീരത്തിലെ രക്തക്കുഴലുകളെ വരെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ബ്രഹ്മചര്യം സ്ഥാപിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ബ്രഹ്മചര്യം മനുഷ്യനിൽ അന്തർലീനമായ ഒരു സാധ്യതയാണ്. സ്വാഭാവികമായും ധ്യാനാത്മകമായ അവസ്ഥ കൈവരിക്കാൻ ബ്രഹ്മചര്യം സഹായിക്കുന്നു. ബ്രഹ്മചര്യയിൽ ആയിരിക്കുമ്പോൾ ബ്രഹ്മം സ്വയം ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ജ്ഞാനോദയം തനിയെ സംഭവിക്കുന്നു എന്നു പറയാം. ഇക്കാരണത്താൽ ജ്ഞാനോദയം ഉണ്ടായ ഓരോ സത്യദർശകനും ലൈംഗികാസക്തിയിൽ ലൈംഗിക ദ്രാവകങ്ങൾ പാഴാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഭോഗത്തിന്റെ വിവിധ വഴികളിൽ മുഴുകുന്ന സ്വയം ഭോഗിക്കുന്നവർക്ക് ഈ ലളിതമായ സത്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. കഴിയുന്നത്ര സജീവമായിരിക്കാൻ നിങ്ങളെ അനുവദിക്കുക, അതാണ് നിങ്ങൾക്ക് ബോധോദയത്തിന് ആവശ്യമായ ഊർജം. സൃഷ്ടിപരമായ ശക്തിയെ കാമത്തിന് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് രൂപാന്തരപ്പെടുകയും ഹൃദയത്തിന്റെ ഊർജമായി മാറുകയും ചെയ്യുന്നു. ഹൃദയത്തിന്റെ ഗുണമനുസരിച്ച് കുണ്ഡലിനി ഉയരുന്നു. അഹന്തയുടെ ഉൽപ്പന്നമെന്ന നിലയിൽ കാമം ഹൃദയത്തിന് വിഷമാണ്. കാമവിമോചനത്തിലൂടെ നാം ആ വിഷത്തെ ഔഷധമാക്കി മാറ്റുന്നു. ഓഷോ തന്റെ നവസന്യാസം എന്നത് ആത്മീയ അച്ചടക്കത്തിന്റെ തികച്ചും പുതിയ രൂപമായോ അല്ലെങ്കിൽ ഒരിക്കൽ നിലനിന്നിരുന്നതും എന്നാൽ പിന്നീട് മറന്നുപോയതുമായ ഒന്നായി കണ്ടു. പരമ്പരാഗത ഹൈന്ദവ സന്യാസിമാർ സാമൂഹിക ത്യജിക്കലിന്റെയും അനുകരണത്തിന്റെയും ഒരു സമ്പ്രദായമായി മാറിയെന്ന് അദ്ദേഹം കരുതി. പൂർണ്ണമായ ആന്തരിക സ്വാതന്ത്ര്യത്തിനും സ്വയം ഉത്തരവാദിത്തത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. ഉപരിപ്ലവമായ പെരുമാറ്റങ്ങൾ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് ആഴമേറിയതും ആന്തരികവുമായ പരിവർത്തനമാണ് ആവശ്യം. ആഗ്രഹങ്ങളെ നിഷേധിക്കുന്നതിനു പകരം അംഗീകരിക്കേണ്ടതും അവ മറികടക്കേണ്ടതുമാണ്. ഈ ആന്തരിക പൂടൽ നടന്നാൽ ലൈംഗികത പോലുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കപ്പെടും. അങ്ങനെ ഗൗതമ ബുദ്ധന്റെ ആത്മീയതയും നിക്കോസ് കസന്റ്സാക്കിസിന്റെ സോർബ ദി ഗ്രീക്ക് ഉൾക്കൊള്ളുന്ന ജീവിതാസക്തിയും സംയോജിപ്പിച്ച് ഒരു പുതിയ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സോർബ ബുദ്ധനെ സൃഷ്ടിക്കാൻ രജനീഷ് ലക്ഷ്യമിട്ടു. ഭാവി തലമുറകളുടെ മനസ്സിനെ മതവിശ്വാസത്തിന്റെയും അനുരൂപീകരണത്തിന്റെയും ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കുകയാണ് താനെന്ന് പറഞ്ഞു. താൻ ധനികന്റെ ഗുരു ആണെന്നും ഭൗതിക ദാരിദ്ര്യം യഥാർത്ഥ ആത്മീയ മൂല്യമല്ലെന്നും ഓഷോ പറഞ്ഞു. നിത്യമായ ആനന്ദമായിരിക്കുന്ന ആത്മാവ് മനുഷ്യദേഹങ്ങളിൽ അകപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നു. കർമ്മഫലത്താൽ അതിനർഹിച്ച യാതൊരു പരിഗണനയും ജീവിതത്തിൽ ലഭിക്കുന്നില്ല. അതിൽ നിന്നു മോചിതനാകാനും സാധിക്കുന്നില്ല. സ്നേഹം എന്നു പറയുന്നത് ആത്മാവിന് തന്റെ സ്വാഭാവിക ആനന്ദാവസ്ഥയിൽ തുടരാനാവുകയെന്നതാണ്. അതിനൊരു ഉപാധിയെന്നോണം മനുഷ്യർ ലൈംഗികതയെ ആശ്രയിക്കുന്നു. ലൈംഗിക പ്രേരണയുടെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം തന്നെയല്ലേ? എന്നാലതു ക്ഷണികമായ ആനന്ദത്തിനപ്പുറത്തേക്ക് നീങ്ങുന്നുമില്ല. അപ്പോഴാണ് ലൈംഗികതക്കപ്പുറമാണ് സ്നേഹമെന്ന തിരിച്ചറിവുണ്ടായി വരുന്നത്.
ഈ തിരിച്ചറിവ് നേടിയവൻ ധ്യാന മാർഗത്തിലൂടെ ആത്മബോധത്തെ അറിയുകയും ആനന്ദാവസ്ഥ നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓഷോ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നീട് അതിന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുവന്റെ ദേഹത്തിലുള്ള അഭിമാനം അഥവാ അഹങ്കാരം നിശ്ശേഷം ഇല്ലാതാക്കി അഹംബോധമെന്ന അതിരുകളില്ലാത്ത ആകാശത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഓഷോ ആത്മീയതയിൽ കൂട്ടിച്ചേർത്തുവെന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അത് ശരിയാണെന്നും തീർത്തും തെറ്റാണെന്നും രണ്ടു പക്ഷമുണ്ട്. സമൂഹ സാമ്പ്രദായിക ഘടനയെ അസ്ഥിരപ്പെടുത്തുന്നതും ആർഷഭാരത സംസ്കൃതിയെ അവഹേളിച്ചുവെന്നും ശക്തമായ വാദങ്ങളുണ്ട്. എന്നിരുന്നാലും ഓഷോയുടെ മാന്ത്രിക വചനങ്ങൾ ആത്മീയതയെ കുറച്ചുകൂടി ലളിതമാക്കുവാനും തുടക്കക്കാരായ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്നും വലിയ തോതിൽ വിറ്റുപോകുന്നതും അതിനൊരുദാഹരണം തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിനു നന്ദി. ലൈക്ക് ചെയ്തു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം.